ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കർമ്മണ്യേ വാധികാരസേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലകേ തുർഭൂഹു മാതേ സംഗോസ്ത്വ കർമ്മണി. ഇത് പല രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണൻ പറയുന്നത് നമുക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ, അതിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. എല്ലാവർക്കും 60+ ക്രേസി ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ പുതിയ വീഡിയോകൾ നിങ്ങൾ എത്തുകയുള്ളൂ. അതുപോലെ എൻ്റെ വർഷങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് സമയം വ്യർത്ഥമാക്കാതെ കൂടുതൽ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം. കർമ്മണ്യേ വാധികാരസ്ഥേ. അപ്പം നമുക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. അപ്പം ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. ഇത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ 1-2 കഥകൾ ഇവിടെ പറയും. ഒരു സെൻ മങ്ക്. ഈ സെൻ മങ്ക് ഒരു തമാശക്കാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു ശിഷ്യൻ ചോദിച്ചു, ഞാൻ എപ്പം ജ്ഞാനിയാകും, എനിക്ക് എപ്പം ജ്ഞാനം ലഭിക്കും? വെൻ വിൽ ഐ ഗെറ്റ് എൻലൈറ്റൻഡ്? മങ്ക് പറഞ്ഞു, നിനക്കൊരു 10 വർഷം മതി, നീ ഒരു ജ്ഞാനിയാകും. ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. 10 വർഷമല്ലേ ഉള്ളൂ. ഇയാളൊരു നമ്മളെപ്പോലെ ഒരു ബുദ്ധിയുള്ള ഒരാളായിരുന്നു. ഇയാൾ അടുത്ത ദിവസം ചോദിച്ചു, ഞാൻ കഠിനമായി പ്രവർത്തിക്കാൻ തയ്യാറാണ് ജ്ഞാനിയാകാൻ. അപ്പോൾ ഈ 10 വർഷം എനിക്കൊന്ന് കുറച്ച് കിട്ടിക്കൂടെ? ഞാൻ കഠിനമായി പ്രവർത്തിക്കാൻ തയ്യാറാണ്. കഠിനമായി പ്രവർത്തിച്ചാൽ എത്ര വർഷം എടുക്കുമെന്ന് അങ്ങ് പറയാമോ? ഈ സെൻ മങ്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ നല്ലത്, നീ കഠിനമായി പ്രവർത്തിച്ചാൽ ഒരു 20 വർഷം എടുക്കും. അതിശയം, അതെങ്ങനെ? ഇയാൾ നമ്മളെപ്പോലെ വിട്ടുകൊടുക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു. ഇയാൾ അടുത്ത ദിവസം നിരന്തരം ജ്ഞാനിയാകാൻ പരിശ്രമിക്കാം, കഠിനമായി അധ്വാനിക്കാം, ആത്മാർത്ഥമായി അധ്വാനിക്കാം. എത്ര വർഷം എടുക്കും? മങ്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ നല്ല, അങ്ങനെയാണെങ്കിൽ ഒരു 30 വർഷം എടുക്കും. ഇവിടെ എന്തു പറ്റി? ഈ കഥ മനസ്സിൽ വയ്ക്കുക. നമുക്ക് വേറൊരു കഥയിലേക്ക് കിടക്കാം. ഒരിക്കൽ നാരദൻ വൈകുണ്ഠത്തേക്ക് പോകുന്ന വഴിയിൽ 2 തപസ്വികളെ കണ്ടു. ആദ്യത്തെ തപസ്വി ചോദിച്ചു, അങ്ങ് എങ്ങോട്ട് പോകണോ? ഞാൻ വൈകുണ്ഠത്തിലോട്ട് പോകുന്നു. അവിടെ പോകുമ്പം നമ്മളെക്കുറിച്ച് ഒന്ന് ചോദിക്കാമോ വിഷ്ണുവിനോട്? ഞാൻ നിരന്തരം തപസ് ചെയ്യുന്നു, എനിക്കിനി എത്ര നാൾ കൂടി തപസ് ചെയ്യണം ജ്ഞാനിയാകാൻ? നാരദൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ചോദിക്കാം. 2 പേരും എൻ്റെ കാര്യം കൂടി ചോദിക്കുമോ? അങ്ങനെ ഈ 2 സന്യാസിമാരുടെ കാര്യവും വൈകുണ്ഠത്തിൽ പോകുമ്പോൾ വിഷ്ണുവിനോട് ചോദിക്കാമെന്ന് നാരദൻ ഉറപ്പ് നൽകി. അങ്ങനെ നാരദൻ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു, ചോദിച്ചു, അതിന് ഉത്തരം ലഭിച്ചു. തിരിച്ചു വരുന്ന വഴി ഈ 2 സന്യാസിമാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ആകാംക്ഷയോടെ, അങ്ങ് ചോദിച്ചോ? നാരദൻ ചോദിച്ചു. ആദ്യത്തെ സന്യാസിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു 3-4 ജന്മങ്ങൾ കൂടിയേ ഉള്ളൂ, നിങ്ങൾ ജ്ഞാനിയായിത്തീരും. അയാൾ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ തപസ് ചെയ്തു, ഇനിയും 3-4 ജന്മങ്ങളോ? അയാൾ വിഷമിച്ചവിടെ ഇരുന്നു. അടുത്ത ആൾ ചോദിച്ചു, എൻ്റെ കാര്യമോ? ആ തപസ്യ ഒരു പുളിമരത്തിൻ്റെ അടിയിലായിരുന്നു. അപ്പം നാരദൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പുളിമരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും ജന്മങ്ങൾ കൂടി വേണ്ടി വരുമെന്ന്. ആ തപസ്യ ആഹ്ലാദിച്ച് നൃത്തം ചെയ്തു. ഇത്രയും ജന്മങ്ങൾക്കകം എനിക്ക് ജ്ഞാനിയാകാൻ സാധിക്കുമോ? ആ നൃത്തത്തിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് ആ പുളിമരത്തിലെ എല്ലാ ഇലകളും കൊഴിഞ്ഞുപോയി. അവസാനത്തെ ഇല അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് അദ്ദേഹം ജ്ഞാനിയായി തീർന്നു. ഈ കഥയും നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി 3ാമത്തെ കഥ. മനോഹരമായ ഒരു ഗ്രാമത്തിൽ ഒരു സെൻ മോണസ്ട്രി ഉണ്ടായിരുന്നു. ഒരു ചെറിയ കുന്നിൻ്റെ പുറത്തായിരുന്നു ആ മോണസ്ട്രി. അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ പോയി മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പോകും. അങ്ങനെ ഒരാൾ നിരന്തരം അയാളുടെ ഡ്രൈവറിൻ്റെ കൂടെയായിരുന്നു പോവുക. എല്ലാ ആഴ്ചയും അയാളുടെ കാറിൽ അയാളുടെ ഡ്രൈവറിനോടൊപ്പം ഈ മോണസ്ട്രിയിൽ പോകും. അവിടെ കുറച്ച് സമയം ചെലവിടും. മനോഹരമായ ചെറിയ ഒരു മോണസ്ട്രി, അതിമനോഹരമായ ചുറ്റുപാടും. അത് അവിടെ ഇരുന്ന് ആ കുന്നിൻ്റെ മുകളിൽ ഇരുന്ന് അതൊന്ന് ആസ്വദിച്ച് മെഡിറ്റേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകും. മാസങ്ങൾ, വർഷങ്ങൾ ഇയാൾ ഈ കാര്യം തുടർന്നു. ഒരിക്കൽ ഈ കുന്ന് കയറുന്ന വഴിയിൽ ഈ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഡ്രൈവർ പറഞ്ഞു, ക്ഷമിക്കണം, കാറിന് മുമ്പോട്ട് പോവുകയില്ല, നമുക്ക് ഇന്നത്തെ ദിവസം നടന്നു പോയാലേ പറ്റുകയുള്ളൂ. അദ്ദേഹം ശരി സമ്മതിച്ചു. അദ്ദേഹം എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ കാറിൽ നിന്ന് ഇറങ്ങി ഡ്രൈവറിനോടൊപ്പം നടന്നു തുടങ്ങി. അയാൾക്ക് കാലവിടെ ഊന്നാൻ പറ്റിയില്ല.
എത്ര മനോഹരമായ ചുറ്റുപാടുകളായിരുന്നു. ചെറിയ ചെറിയ ചെടികൾ, പൂക്കൾ, വഴി നിറച്ച് പലതരത്തിലുള്ള അനുഭവങ്ങൾ. കുട്ടികൾ കളിക്കുന്നു. ഇത്രയും നാൾ അതിലൂടെ അയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ ഈ അതിമനോഹരമായ യാത്ര ആസ്വദിച്ചിട്ടില്ലായിരുന്നു. മുകളിലെത്തും, അവിടെ മെഡിറ്റേറ്റ് ചെയ്യും, അവിടെ ആസ്വദിക്കും, തിരിച്ചു പോകും. ഈ കഥയും മനസ്സിൽ വയ്ക്കുക. അവസാനത്തെ ഒരു കഥ. ഒരാൾ എന്നും ലോക്കൽ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, വളരെ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരുന്നു. പക്ഷെ എപ്പോഴും ഒരു കുട്ടിയെ കാണും, മുഖത്തൊരു ഭയങ്കര പ്രസന്നതയും ഭയങ്കര സന്തോഷവും. അപ്പം ഇയാൾ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത്രയും സന്തോഷം? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്കൊരു ജോലിയുണ്ട്. നിനക്ക് ഇത്രയും സന്തോഷം തരുന്ന എന്ത് ജോലിയാണ് നീ ചെയ്യുന്നത്? അത് ഞാനൊരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. ഈ പഞ്ഞ് നിറച്ചുണ്ടാക്കുന്ന പാവയിൽ പഞ്ഞ് നിറയ്ക്കുന്നതാണ് എൻ്റെ ജോലി. ഈ ജോലിയിൽ നിനക്കെങ്ങനെ ഇത്രയും സന്തോഷം? ആ യുവതി പറഞ്ഞു, ഓരോ പാവയിൽ പഞ്ഞ് നിറയ്ക്കുമ്പോഴും എനിക്ക് ഇത് ലഭിക്കുന്ന കുട്ടിയുടെ ആനന്ദം ആസ്വദിക്കാൻ സാധിക്കുന്നുവെന്ന്. അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. ഈ 4 കഥകളിലൂടെ നമുക്ക് എന്ത് പഠിക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. തൃപ്തി വേണം, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആനന്ദിക്കണം. അത് തന്നെയാണ് നമ്മുടെ ജീവിതം. അല്ലാതെ ലക്ഷ്യങ്ങളിൽ എത്തുക എന്നതല്ല നമ്മുടെ ജീവിതം. ലക്ഷ്യങ്ങൾ ഒരു മിന്നൽ പോലെ വന്നു പോവാം, പക്ഷേ ഈ വീതിയാണ് നമ്മുടെ ജീവിതം. ലക്ഷ്യം പോലെ അതിമനോഹരമാണ് ആ യാത്രയും. ശരിയാണോ? അപ്പം എല്ലാവർക്കും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ സാധിക്കട്ടെ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്കാരം.